എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സഞ്ജീവ്. കഴിഞ്ഞ ദിവസമാണ് എമ്പുരാൻ കാണാൻ പറ്റിയത്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ഹോളിവുഡ് സ്റ്റാൻഡേർഡിലുള്ള മേക്കിംഗ് ആണ്. ക്യാമറ വർക്ക് ആണെങ്കിലും നല്ല അതിൻ്റെ കളർ ഗ്രേഡിങ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും കുറേ ഹോളിവുഡ് സ്റ്റാർസ് ആണ് ഉള്ളത്. അതായത് ഖുറേഷി എബ്രാമായിട്ട് ബന്ധപ്പെട്ടുള്ള പുള്ളിയുടെ അണ്ടർവേൾഡ് ലോഗോ ഒക്കെ കാണിക്കുന്ന ഇതാണ്. ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 മിനിറ്റ്സിന് ശേഷമാണ് വരുന്നത്. അത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത എൻട്രിയാണ്. ഭയങ്കര ഗൂസ് ബംസ് മൊമെൻ്റാണ്. അതായത് ബീജിയവും എല്ലാമായിട്ട് ഒരു രക്ഷയില്ലാത്ത ഇൻട്രോയാണ്. ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങുന്ന സീൻ. പിന്നെ അങ്ങോട്ട് ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചില്ല. സ്ക്രിപ്റ്റിനകത്ത് വല്ലാത്തൊരു പാളിച്ച പറ്റി. വെറും ഡമ്മി പോലെ ജാക്കറ്റും പാൻറ്റും ഷൂ ഒക്കെ ഇട്ട് ഖുറേഷി എബ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയുടെ സഹായികളുമായിട്ട് നടക്കുന്നതെന്നല്ലാതെ സ്റ്റോറി ഒരു പഞ്ചില്ലാതെ പോയി. പിന്നെ നമ്മുടെ നെടുമ്പള്ളി നാട്ടിലെ രാഷ്ട്രീയം കാണിക്കുമ്പോഴത്തേക്കുള്ള സീൻസൊക്കെയാണ് പിന്നെയും കുറച്ചും കൂടെ രസം. ടോവിനോ, മഞ്ജു വാര്യർ, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, മണിക്കൂട്ടൻ, ബൈജു സന്തോഷ്, ഇങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട സീനൊക്കെ ഒരു നല്ല ഇതുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയവും പിന്നെ അതൊക്കെയാണ് പൊതുവെ ഉള്ളൊരു സബ്ജക്റ്റ് പറയുന്നത്. പിന്നെ മേക്കിംഗ് എനിക്ക് തോന്നുന്നത് ഈ പൃഥ്വിരാജ് സലാർ പോലുള്ള പടങ്ങളിൽ അഭിനയിക്കാൻ പോയത് പുള്ളി ആ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് മേക്കിംഗ് കൂടെ അതിൽ നിന്ന് പഠിച്ചെടുത്തെന്ന് തോന്നുന്നു. ആ ഫസ്റ്റ് ഹാഫൊക്കെ വരുന്ന അത് ഭയങ്കര ഒരു പാൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മേക്കിംഗ് ആണ്. പടം ഒരു ആവറേജ് മൂവി എന്ന് പറയാം. സ്റ്റോറി അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. ഇവർ പ്രൊമോഷൻ ചെയ്തതനുസരിച്ച് അത്ര ഒരു ആ സ്ക്രിപ്റ്റിനകത്ത് വന്നില്ല. മേക്കിംഗ് നല്ലതാണ്. ക്യാമറ വർക്കും BGM ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട്. പക്ഷേ ഖുറേഷി എബ്രാം ഒരു ഡമ്മി പോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടോയ് പോലെ ഒരു നമ്മൾ ലൂസിഫറിനകത്ത് അവസാനം കാണുന്ന ഒരു പഞ്ച് വരുന്ന ആ സാധനം ഇതിനകത്ത് കിട്ടിയില്ല. മൊത്തത്തിൽ പടം ഒരു ആവറേജ് മൂവി എന്ന് പറയാം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. താങ്ക് യു.